സനമോളുടെ കണ്ടന്റ് എല്ലാം ഫ്രഞ്ചാണ്. വെൽക്കം ടു ഫ്രഞ്ച് ചാനൽ. ഹലോ എവറി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു പിക്ചർ റോക്സ് ഇൻ മിഷിഗൻ, അപ്പർ മിഷിഗൻ. ഡാൻ ഉണ്ട് ഞങ്ങളെ കൂടെ. സന വന്നിട്ട് അവിടെ ബാക്കിൽ സീറ്റിൽ കിടന്ന് ഉറങ്ങുകയാണ്. നടുക്കൊരു പിറ്റ് സ്റ്റോപ്പിൽ നിർത്തി ലഞ്ച് കഴിക്കാൻ വേണ്ടി ടാക്കോ ബെൽ. സോ ടാക്കോ ബെൽ കഴിച്ചു. ഇനി ലൈക്ക് 5 more hours or 4 more hours I guess. So Dan is the driver. The driver is driving. So and ഒരു 1 hour കഴിഞ്ഞിട്ട് സനയ്ക്ക് അങ്ങ് ഡ്രൈവിംഗ് കൈമാറിയിട്ട് ഞങ്ങൾ ബോയ്സ് അങ്ങ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. എൻജോയ്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാനാണ് കേട്ടോ ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഈ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരു വലിയ പണി കിട്ടാനാണ് ഈ പോകുന്നതെന്ന്. കാരണം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു പോലീസ് വണ്ടി ഞങ്ങൾ അടുത്തൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കഷ്ടകാലത്തിന് ഞാനാണെങ്കിൽ ആ സമയത്ത് ഓവർടേക്ക് ചെയ്യുമായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ സ്പീഡ് കൂട്ടുമല്ലോ ഓവർടേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ സ്പീഡ് ലിമിറ്റ് 65 ആയിരുന്നു. ഞാനാണെങ്കിൽ 91 92 അങ്ങനെ എന്തെല്ലോ ആണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് എത്ര സ്പീഡിൽ പോവുകയാണെന്ന് അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പോലീസിന് അത് കിട്ടി. അവർ വളച്ചൊക്കെ വന്ന് എനിക്ക് ഫൈനും കിട്ടി. അപ്പോൾ നാട്ടിലൊരു 20,000 മേലെയാണ് എനിക്ക് ഫൈൻ കിട്ടിയത് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും ഒരു അൺഹാപ്പി ഒരു ഇവന്റ് ആയിരുന്നു അന്ന്. അങ്ങനെ ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന വീട്. അപ്പോൾ ഹോം ടൂർ കാണാം. സോ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം. ഒരു കാടിൻ്റെ സെൻറ്ററിൽ ഒരു വീട് പോലെ ഉണ്ട്. അതാണ് ഞങ്ങളെ കാറ്. അപ്പം ഞാനിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരു സംഭവം എനിക്ക് ഭയങ്കര സ്കാരി ആയിട്ട് തോന്നുന്നത് കണ്ടോ, ഈ സൈഡിലൊക്കെ കാണുമ്പോൾ എവിടുന്ന് വേണമെങ്കിലും ഒരു പുലി നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും, അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു സ്ഥലം. പിന്നെ അതുമാത്രമല്ല ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഇലകൾ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ഒരു എന്താ പറയുക, ബീച്ചിലൊക്കെ പോയിരുന്ന അല അടിക്കുന്ന ഒരു സൗണ്ട് പോലെ ഉണ്ട്. സംഭവം നല്ല അടിപൊളിയാണ്. ഒരു കാട്ടിലൂടെ നടക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രേതപ്പടം കിഡ്നാപ്പ് ചെയ്യുന്ന പടമൊക്കെ കാണുമല്ലോ, അതിലൊക്കെ കാണുന്ന പോലെയും ഉണ്ട്. കുറച്ച് സ്കാരിയാണ്. ഞാനിപ്പോൾ ഒരു വഴി കൂടെ നടക്കുകയാണ്. ആ വഴി എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട് ആ റെഡ് കളറാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലൊരു കുന്നു പോലെ ഉണ്ട്. എന്നിട്ട് കുറേ മരങ്ങളൊക്കെ ആയിട്ട് ലേക്ക് സുപ്പീരിയറിൻ്റെ അടുത്തായിട്ടുള്ള ഒരു കൺട്രി സൈഡിലാണ്. അപ്പം ഇന്നിവിടെയാണ് നമ്മൾ സ്റ്റേ ഇപ്പം നിങ്ങൾ കണ്ടു കാണും. ജസ്റ്റ് ഇവിടെ ഒരു വാക്കിന് വേണ്ടി ഞാൻ സ്ഥലം വന്നതാണ്. നേരത്തെ ഒരു മാനൊക്കെ ഓടി പോകുന്നുണ്ട്, പക്ഷെ ഇപ്പൊ കാണാനില്ല. ഇവിടുത്തെ കൺട്രി സൈഡൊക്കെ അടിപൊളിയാണ്. ഇവിടെ കൺട്രി സൈഡ് നമ്മുടെ നാട്ടിലെ പച്ചപ്പ് ഹരിതാപൊന്നും ഇല്ലാന്നൊക്കെ പറയും, പക്ഷെ ഇവിടെ ഫുൾ പച്ചപ്പാണ്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് ഇന്ന് നമ്മളെവിടെയും പോകത്തില്ല. ജസ്റ്റ് ബാർബക്യൂ അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ഒക്കെ നിങ്ങൾ കാണുമായിരിക്കും. ബട്ട് നാളെ ഇറ്റ്സ് ഗോൺ ബി ഫൺ ഫിൽഡ്. അപ്പോൾ ഇതൊരു കൺട്രി സൈഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ല. കുറച്ച് ഡിസ്റ്റൻസിലാണൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെയാണ് ഇത് ഒക്കെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഞങ്ങൾ ബാർബിക്യൂ ചെയ്തിട്ട് അത് മാത്രമാണ് ഇന്നത്തെ പ്ലാൻ. പതിവില്ലാതെ നേരത്തെ എണീറ്റ് മേക്കപ്പ് ഒക്കെ ഇടാൻ ഞാൻ തുടങ്ങി. കാരണം നല്ല ഭംഗിയായിരുന്നു ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ സ്ലോ ആയിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ വ്യൂ തന്നെ കണ്ടില്ലേ, നല്ല കാമാണ്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് മേക്കപ്പ് ഇട്ട് ഞാൻ ഫസ്റ്റ് തന്നെ റെഡിയായി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്നലെ റീച്ചായി. 8 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഇപ്പം ഫസ്റ്റ് മോർണിംഗ് ആണ്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ 2 hours ഡിസ്റ്റൻസിലാണ് പിക്ചർ റോക്സ് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പോൾ ഞങ്ങൾ മേ ബി അവിടെ പോകും. അവിടെ പോയിട്ട് ഹൈക്കിംഗ് ആണ് പ്ലാൻ. പക്ഷെ നോക്കിയപ്പോൾ വെതർ കുറച്ച് മോശമാണ്.
അപ്പോൾ അതാണ് ഇന്ന്. അപ്പോൾ നടക്കുമോ എന്നുള്ളത് അറിയില്ല, ഒന്ന് നോക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രോൺ കുട്ടപ്പൻ. ഞങ്ങളൊരു ഡ്രോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു ട്രിപ്പിന് നന്നായിരിക്കും, കാരണം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൺട്രോളർ, പിന്നെ അത് എങ്ങനെ ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എങ്കിൽ ലോസ്റ്റ് ആയി പോയാൽ പണി കിട്ടുമല്ലോ. സോ ഇതാണ് ഞങ്ങൾ ഡ്രോണിലെടുത്ത കുറച്ച് ഷോട്ട്സ്. ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ കാണുന്നത്. ടോപ്പ് വ്യൂ ആണിത്. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് നടന്നൊന്നും പോയി നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഫുള്ളി ഡ്രോൺ വെച്ചിട്ടാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് പിക്ചേർഡ് റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. ബട്ട് ആദ്യമൊക്കെ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഒരു മഴ വരില്ല എന്നൊക്കെ ഉള്ള പോലുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹൈക്കിങ് പോകുന്നത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഭക്ഷണം കഴിക്കാമെന്ന്. അങ്ങനെ നേരെ സബ്വേയിലാണ് പോയത്. സബ്വേ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, അതിന്റെ ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. നാട്ടിലുള്ള സബ്വേ പോലെയൊക്കെ തന്നെയാണ്. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. നമ്മളിപ്പം സബ്വേയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ ക്രൂസിന് വേണ്ടി പോവുകയാണ്. പിക്ചർ റോക്സ് ക്രൂസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ട്, പിന്നെ നല്ല ക്യൂ ഒക്കെ ഉണ്ട്. സ്ലോട്ട് എപ്പോഴാണ് അവൈലബിൾ എന്ന് അറിഞ്ഞൂടല്ലേ, നോക്കാം. അങ്ങനെ ലേക്ക് സുപ്പീരിയറിൽ ടിക്കറ്റ് മേടിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് ക്രൂസിന് വേണ്ടി. ഇപ്പത്തേക്ക് 4 മണിക്കാണ് ടിക്കറ്റ് കിട്ടിയാക്കും. അപ്പൊ കുറച്ച് സമയം ഉണ്ട് ഇനിയിപ്പോ വെയിറ്റ് ചെയ്യണം. പക്ഷേ ലേക്ക് സുപ്പീരിയറിന്റെ അടുത്താണ് നിൽക്കുന്നത്. പണ്ടൊക്കെ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു വേൾഡ്സ് ലാർജസ്റ്റ് ലേക്ക്, ഫ്രഷ് വാട്ടർ ലേക്ക് എന്നൊക്കെ പറഞ്ഞു. ആ ലേക്കാണ് ആ കാണുന്നത്. നമ്മള് ഏതായാലും അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് 4 മണിക്കാണ് നമ്മളുടെ ക്രൂസ് ട്രിപ്പ് എന്നുള്ളത്. അപ്പൊ അതുവരെ ഞങ്ങൾ ഇവിടെ ഉള്ളൊരു ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ വന്ന് കുറേ നല്ല പീസസ് ഉണ്ടായിരുന്നു. അത് ഇവിടെ തന്നെ ഉള്ള റോക്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, കാരണം അതൊന്നും ക്യാരി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിലൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ എല്ലാ വ്ളോഗിലും സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്ന ഐറ്റമാണ് ഇത്. ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ മെമ്മറീസിന് വേണ്ടിയിട്ട്. അപ്പം ഇപ്രാവശ്യം ആ ബ്രൗൺ വണ്ണാണ് എടുത്തത്. പിന്നെ ഇതാണ് നമ്മളുടെ പിക്ചർ റോക്സിൻ്റെ ഒരു വ്യൂ. ഭയങ്കര ഭംഗിയാണ് അവിടെ നിന്ന് പിക്ചേഴ്സൊക്കെ എടുക്കുമ്പം. കണ്ടില്ലേ ആ ഒരു ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ. അങ്ങനെ അവസാനം നമ്മളുടെ ക്രൂസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രൂസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരേ ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോയിട്ട് ഇരിക്കണം. കാരണം ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരും ആ മേലത്തെ ഫ്ലോറിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേഗം മേലെ പോയി ഇരുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാഴ്ചകൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണാം. പക്ഷേ പിന്നെയാണ് മനസ്സിലാക്കിയത് നല്ല തണുപ്പാണ് ഏറ്റവും മുകളിൽ നിന്ന്. And then there's that very fashionable goes up 350 miles. Take this and travel alongside the entire shoreline of Lake Superior. സോ പിക്ചർ റോക്സ് വന്നിട്ട് US മൊത്തത്തിൽ 3 നാഷണൽ ലേക്ക് ഷോറാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരു നാഷണൽ ലേക്ക് ഷോറാണ് പിക്ചർ റോക്സ്. ആസ് യു ക്യാൻ സീ വാട്ടർ വന്നിട്ട് ലേക്ക് സുപ്പീരിയറിൽ എമറൽഡ് ഗ്രീൻ കളറാണ്. സോ ഇറ്റ്സ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ. ക്യാമറ വന്നിട്ട് ജസ്റ്റിഫൈ ചെയ്യത്തില്ല. ആൻഡ് ദെൻ ഐ വിൽ ഗോ ഓൺ എ ബിറ്റ് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് പിക്ചർ റോക്സ്. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊസ്കിറ്റോ ഫാൾസ് എന്ന് പറഞ്ഞൊരു ഫാൾസ് ആണ്. ഈ കാണുന്ന റോക്ക് ഫോർമേഷൻ്റെ മുകളിൽ കൂടെയാണ് ഞങ്ങൾ ഹൈക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡ്യൂ ടു വെതർ ആൻഡ് ദ കോൾഡ് ഞങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ക്രൂസ് എടുത്തു. പേഴ്സണലി ഞാൻ ഹൈക്കിങ്ങിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പം ഞാൻ 2 ഇയേഴ്സിന് മുമ്പ് ഇവിടെ ഹൈക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ ഒരു 9.1 മൈൽ ഹൈക്ക് ഈ മേളിൽ കാണുന്ന സ്ഥലത്ത് കൂടെയൊക്കെ ഞങ്ങൾ ചെയ്താണ് വന്നത്. സോ മേളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂവും അടിപൊളിയാണ്. അവിടെ നിങ്ങൾ കാണുന്നില്ലേ 3 ആൾക്കാർ, അവിടെയൊക്കെയാണ് ഞങ്ങളിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളത്. ആ ഫോട്ടോ ഇപ്പോൾ ഇതിൽ പ്ലഗ് ചെയ്യാം. സോ അപ്പോൾ തന്നെ കാണാം അതിൻ്റെ ഡിഫറൻസും അതിൻ്റെ ഒരു വ്യൂവിലെ ചേഞ്ചും. പക്ഷേ അതിൽ വേറൊരു നോട്ടീസബിൾ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഫോട്ടോസിൽ ബാക്കിൽ കാണുന്ന കുറേ ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൂസിൽ പോയപ്പോഴാണ് ആൾക്കാർ ഞങ്ങളടുത്ത് പറഞ്ഞത് ഐ തിങ്ക് 1 year ബാക്ക് all the rock formations fell down എന്ന്. സോ ഈ ക്ലിഫ്സിനെ വന്നിട്ട് പിക്ചർ റോക്സ് എന്ന് വിളിക്കാനുള്ള കാരണം വന്നിട്ട് ഗ്രൗണ്ട് വാട്ടർ ഈ ക്ലിഫ്സിൽ കൂടെ പുറത്തോട്ട് വന്ന് ഇവാപ്പറേറ്റ് ആകുമ്പോഴത്തേക്ക് അതിലുള്ള മിനറൽ ഡെപ്പോസിറ്റ്സ് വന്നിട്ട് റെസിഡ്യൂ ആയിട്ട് സ്ട്രീക്സ് ലീവ് ചെയ്യും. സോ മിനറൽസ് ലൈക്ക് അയൺ വന്ന് റെഡ്, മാംഗനീസ് വന്നിട്ട് ബ്ലാക്ക് ഓർ വൈറ്റ്, ലൈം ഐ ഗസ് യെല്ലോ ഓർ ബ്രൗൺ, കോപ്പർ വന്നിട്ട് ഗ്രീൻ.
സോ ഈ ഡെപ്പോസിറ്റ്സ് ഓഫ് മിനറൽസ് ആണ് ഇതിന് കളേഴ്സ് കൊടുത്തിട്ട് ഇറ്റ് പെയിൻറ്റ്സ് എ പിക്ചർ. അങ്ങനെയാണ് ഇതിനെ പിക്ചർ റോക്സ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പോണ വഴിക്ക് എല്ലാവരും കയാക്കിംഗ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കയാക്കിംഗ് ഞങ്ങളെ പ്ലാനിലുണ്ടായിരുന്നു, ബട്ട് അൺഫോർച്യുനേറ്റ്ലി അതും ഞങ്ങൾ ഈ വെതർ കാരണം ചെയ്തില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് വിൽ കണ്ടിന്യൂ. ഞങ്ങളിപ്പോ പിക്ചർ റോക്സിലെ ആ ബോട്ട് റൈഡിലൊക്കെ പോയി, അടിപൊളിയായിരുന്നു കേട്ടോ. കാണേണ്ട തന്നെയാണ്. ഞാൻ വിഷ്വൽസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. പക്ഷെ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യും ഈ വീഡിയോസ് എന്ന് അറിയൂല. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട്. ലൈഫ് ഓഫ് പൈ മൂവി, അതുപോലെ നമ്മൾ കാണുന്ന മൂവീസിലൊക്കെ ഉണ്ടാകുന്ന സീനറി ഒക്കെ ഇല്ല, അതുപോലെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാണ്. ഇന്ന് ചിലപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിറങ്ങി കുളിക്കും, അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ വന്ന് അവിടെ വന്നിട്ട് കോള വാങ്ങിച്ചു, നാച്ചോസും അതിൻ്റെ ഡിപ്പും വാങ്ങിച്ചു. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അത് കഴിച്ചുകൊണ്ട് പോവാനാണ് പ്ലാൻ. നാച്ചോസ്. ഇവിടുത്തെ റോഡ് ട്രിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡും ഈ ഒരു ലാൻഡ്സ്കേപ്പും ആണ്. നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്, പ്രത്യേകിച്ച് സൺസെറ്റ് ടൈമിലൊക്കെ. ഓ മൈ ഗോഡ്. അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഒരു പാർക്കിലേക്കാണ്. ഞങ്ങൾ ഡ്രോൺ കുട്ടപ്പനെ വിട്ട് കുറച്ച് നല്ല ക്ലിപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. സൺസെറ്റ് ടൈമിൽ എത്തണം എന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയിട്ടോ. നമ്മളിപ്പോ ഈ ഡ്രോണിന്റെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഡ്രോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അടിപൊളി ബീച്ചാണ്. ഈ വ്യൂ കിട്ടാനാണ് നോക്കുന്നത് സൺസെറ്റ് ടൈം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസം, നല്ല കാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഡ്രോൺ കുട്ടപ്പനെ പറത്തി നോക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡ്രോൺ ഷോട്ടിന് പ്രത്യേക ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സൺസെറ്റ് ടൈമിൽ തന്നെ വരാൻ പ്ലാൻ ഇട്ടത്. പക്ഷേ ഞങ്ങൾ വരുമ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ സണ്ണൊക്കെ കുറച്ച് പോയി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഡ്രോണിലെടുത്ത ഷോട്ട്. അപ്പം അപ്കമിങ് വീഡിയോസിലൊക്കെ നല്ല ഷോട്ട്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ കുറേ മെമ്മറീസൊക്കെ ആയിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇന്ന് മൊത്തമായിട്ട്. ഇന്നലെ ആ ഒരു പണി കിട്ടിയത് കൊണ്ട് കുറച്ച് സാഡായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അങ്ങനെ ഡേ 1 നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി ഡേ 2 വ്ളോഗ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അതിൽ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.